അർച്ചന, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് വലിയ സമരമാണ് ചലച്ചിത്ര പ്രവർത്തകരുടെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഈ സിനിമയുടെ വിലക്കുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം വലിയ വിമർശനങ്ങൾ സെൻസർ ബോർഡിനെതിരെ കോടതി ഉന്നയിക്കുന്നത് കണ്ടതാണ്. ഈ ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പം എന്ന ചോദ്യമാണ് അന്ന് കോടതി ഉന്നയിച്ചത്. ഇന്ന് അതിന് മറുപടി നൽകുമായിരിക്കും, അല്ലേ? മനു, തീർച്ചയായും നേരത്തെ കോടതി കേസുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. എന്താണ് ഈ പേരിന് കുഴപ്പം? ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേര്. ആ പേരിന് എന്താണ് കുഴപ്പമെന്നാണ് കോടതി ആ ഘട്ടത്തിൽ ചോദിച്ചത്. എന്തായാലും ഇന്ന് വീണ്ടും ഹർജി പരിഗണിക്കുകയാണ്. പ്രധാനമായും ഈ ഹർജിയിൽ നിർണായകമാകുക കഴിഞ്ഞ ദിവസം മുംബൈയിൽ ചേർന്ന റിവ്യൂ കമ്മിറ്റിയുടെ തീരുമാനം അത് അറിയിക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം ഇതിൽ ഇന്ന് ഏറ്റവും നിർണായകമാകും. മാത്രമല്ല, കോടതി ഇതിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള പേരുകൾ മുൻപും വന്നിട്ടുണ്ടല്ലോ, അന്നൊന്നുമില്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോൾ എന്നാണ് കോടതി പ്രധാനമായും ചോദിച്ചത്. അത്തരത്തിൽ പല വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് കോടതി ഈ കേസിൽ ഇടപെടുകയും ചെയ്തത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇന്നത്തെ തീരുമാനം എന്തായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഏറ്റവും നിർണായകമാണ്. നിർമ്മാതാക്കൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത്, ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ആ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ എന്താകും ഈ ചിത്രത്തിൻ്റെ, അതായത് സിനിമയുടെ ഭാവി എന്താണ് ഏറ്റവും പ്രധാനമായും കണ്ടറിയേണ്ടത്. എന്തായാലും സെൻസർ ബോർഡ് ഇത്തരത്തിൽ നിരന്തരമായി ഈ സിനിമകൾക്ക് മുകളിൽ കത്തിവെക്കുന്ന സാഹചര്യം അതാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ളൊരു നിയമ പോരാട്ടവുമായിട്ടാണ് ഇപ്പോൾ ജാനകിയുടെ നിർമ്മാതാക്കളും സംവിധായകനും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞത്. പേര് മാറ്റാൻ ഇതുവരെ അദ്ദേഹം തയ്യാറായിട്ടില്ല. കാരണം കഴിഞ്ഞ ഈ മാസം 27 ഇറങ്ങേണ്ട ചിത്രമാണ്, വെള്ളിയാഴ്ച ഇറങ്ങേണ്ട ചിത്രമാണ്. ഇതുവരെ 80 ലക്ഷത്തിലധികം നഷ്ടമുണ്ടായെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിളിച്ചപ്പോൾ സംവിധായകൻ പറഞ്ഞത്. അത്തരത്തിൽ പൂർണ്ണമായും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകരും ഒപ്പം സംവിധായകനും എല്ലാം തന്നെ. ഏറ്റവും പ്രധാനമായും ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ അണിയറ പ്രവർത്തകരുമൊക്കെയായി സംസാരിച്ചു, അവരുടെ നഷ്ടത്തെക്കുറിച്ചുള്ള കണക്കുകളൊക്കെ അവർ പറഞ്ഞുവെന്ന്. ഈ അണിയറ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു എന്ന് അവർ സംസാരിച്ചിട്ടുണ്ടോ? സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഏത് തരത്തിലാണ് ഇടപെട്ടിരുന്നത് എന്നവർ സംസാരിച്ചിരുന്നോ? തീർച്ചയായും അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖേനയും ഈ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ എന്താണ് വിഷയമെന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇടപെട്ടിരുന്നു. എന്നിട്ട് പോലും രക്ഷയില്ല എന്നാണ് ഈ സംവിധായകനടക്കം നമ്മോട് പറഞ്ഞത്. അതായത് ഒരു കേന്ദ്രമന്ത്രിക്ക് പോലും ഇത്തരത്തിലൊരു അവസ്ഥ വരികയാണെങ്കിൽ എന്തായിരിക്കും ഒരു സാധാരണക്കാരായ സിനിമ എടുക്കുന്ന ആളുടെ അവസ്ഥ എന്താ ഈ കാര്യത്തിലൂടെ വ്യക്തമാണ്. കാരണം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. അദ്ദേഹം ഇടപെട്ടു എന്നാണ് സംവിധായകനും ഒപ്പം കഴിഞ്ഞ ദിവസം FK പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ പ്രതികരിച്ചപ്പോൾ പറയുകയും ചെയ്തത്. എന്തായാലും അദ്ദേഹം ഇടപെട്ടിട്ട് പോലും ഇതിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല, ഇവർ കോടതി അറിയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ അനൗദ്യോഗികമായിട്ടാണ് കാര്യങ്ങളെല്ലാം തന്നെ ഇവർ അറിയിക്കുന്നത്. ഔദ്യോഗികമായിട്ടൊരു നോട്ടീസ് പോലും ഒരു ഘട്ടത്തിലും നൽകിയിട്ടില്ല. പിന്നീടാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായി നോട്ടീസ് നൽകിയാൽ മാത്രമേ ഈ വിഷയത്തിൽ പ്രതികരിക്കൂ അല്ലെങ്കിൽ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് അവർ അറിയിച്ചത്. എന്തായാലും ഇത്തരത്തിൽ ഫോൺ കോൾ വഴിയാണ് ഇങ്ങനെ പേര് മാറ്റണം അല്ലെങ്കിൽ ചിത്രത്തിലെ സംഭാഷണങ്ങളെല്ലാം തന്നെ മാറ്റണമെന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും പറയുന്നത്. ഒരു ജാനകി എന്ന പേര് എന്താണ് ഇത്തരത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല 98 ഇടങ്ങളിലാണ് ഈ ജാനകി എന്ന പേര് ആവർത്തിക്കുന്നത്. അതായത് ഈ സിനിമ മൊത്തം മാറ്റേണ്ട ഒരു അവസ്ഥ ഈ പേര് മാറ്റുമ്പോൾ വരുമെന്താണ് അതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം. അത് തന്നെയാണ് വലിയ ആശങ്കയായി ഈ നിർമ്മാതാക്കൾക്കിടയിലും സംവിധായകർക്കിടയിലും ഒപ്പം ഇതിലെ അണിയർ പ്രവർത്തകർക്കും താരങ്ങൾക്കും എല്ലാം ഉള്ളത്. എന്തായാലും സിനിമ 27 ഇറങ്ങേണ്ടതാണ്, ഇപ്പോഴും നീളുകയാണ്. ഇന്ന് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോൾ എന്തായാലും ആ തീരുമാനം ഏറെ നിർണായകമാകും. കാരണം കോടതി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്താണ് ഈ ജാനകി എന്ന പേരിന് കുഴപ്പം എന്താണ് പ്രധാനമായും കോടതി ചോദിച്ചത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള പേരുകൾ പല സിനിമകൾക്കും ഉണ്ട്, അന്നൊന്നുമില്ലാത്ത കുഴപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പൊട്ടിപ്പുറപ്പെട്ടതെന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് കോടതി ആ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും ഇത് ഇന്ന് ഈ ഹൈക്കോടതിയുടെ തീരുമാനം വരുമ്പോൾ ഏറ്റവും നിർണായകമാകും. ഇതിൽ വിശദീകരണമാണ് ഈ കേന്ദ്ര സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തത്. ഇന്ന് ആ വിശദീകരണമാണ് പ്രധാനമായും ഹൈക്കോടതിയിൽ ഈ സെൻസർ ബോർഡ് നൽകാൻ പോകുന്നത്. മനു.